ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. എൻ്റെ റേഡിയേഷൻ 8ാമത്തെ വരെ ആയിട്ടുണ്ട്. 8ാമത്തെ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച 8ാമത്തെ റേഡിയേഷൻ കഴിഞ്ഞു. 5 ദിവസമാണ് ആഴ്ചയ്ക്ക് റേഡിയേഷൻ. അപ്പോൾ ശനി ഞായറും ലീവാണ്. പിന്നെ ഇന്ന് ഈസ്റ്ററൊക്കെ ആയിരുന്നല്ലോ. അപ്പം എനിക്ക് ഈ റേഡിയേഷൻ തുടങ്ങിക്കഴിഞ്ഞ് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കീമോ പോലത്തെ ബുദ്ധിമുട്ടുകളില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എനിക്കിതിൻ്റെ കൂടെ ഒരു വയറുവേദന, ചില്ലറ, അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റേഡിയേഷനുമായി അനുബന്ധപ്പെട്ടതാകണം എന്നില്ലല്ലോ. എനിക്കിപ്പം ഓൾറെഡി നേരത്തെ തന്നെ യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞു എനിക്ക് അതിൻ്റെതായ ഒരു ലക്ഷണങ്ങളാണ്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ശ്രീധരൻ ഡോക്ടറെ തന്നെ കാണാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കാണാം, പക്ഷേങ്കിൽ നമുക്കൊരു യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം MVR തന്നെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ഡോക്ടറെ കണ്ട ശേഷമായിരിക്കുമല്ലോ അവിടുന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പുറത്തുനിന്നൊരു ലാബിൽ നിന്ന് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോകണമായിരിക്കും. ഇവിടെ തൊട്ടടുത്ത് ലാബൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ലാബൊന്നുമില്ല വേറെ. അപ്പോൾ ഞങ്ങൾ ആ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ ഹെൽത്ത് എന്നാണ് ആ ലാബിൻ്റെ പേര്. അപ്പം ഹസ്ബൻഡിനും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കാനും എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ലാബിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ലാബിൽ ചെന്ന് നല്ല ഒരു പെരുമാറ്റ രീതിയൊക്കെ അന്നേരം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നല്ല പെരുമാറ്റമാണല്ലോ ലാബിലെ ആൾക്കാർ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാബിൽ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്തു. റിസൾട്ട് വാട്സപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് ചെയ്ത റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഷുഗർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ഷുഗർ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് തലേദിവസം ഞാൻ ഷുഗർ നോക്കി, പിറ്റേ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഷുഗർ രണ്ടും തമ്മിൽ തന്നെ ഒരു 100-ന് മേലെ തന്നെ ഒരു വ്യതിയാനം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് എത്രയില്ല എന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു 2, 3 അല്ലെങ്കിൽ 3, 4 അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 1, 2 ഒട്ടുമില്ല. പക്ഷെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ട് താനും. അപ്പോൾ ഞാൻ നേരം പറഞ്ഞു, ഇത് എന്താണേലും ഈ ടെസ്റ്റ് കറക്റ്റ് അല്ല, എനിക്ക് ഉറപ്പാണ് ഈ ടെസ്റ്റ് കറക്റ്റ് അല്ല. അപ്പം ഇവരൊന്നും നോക്കാണ്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു ലാബിൽ ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് പോയി DDRCയിൽ എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ DDRC ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അന്നേരം തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു. അവർ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒത്തിരി ഹൈ ആണ്, ഭയങ്കരമായിട്ട് ഹൈ ആണ്, ബാക്ടീരിയ പ്രസൻ്റ് ഉണ്ട്. അപ്പം അന്നേരം തന്നെ റിസൾട്ട് വന്നു. വൈകുന്നേരം തന്നെ ഞങ്ങൾ പിന്നെയും DDRC ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ടുണ്ടായിരുന്നു, കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കൂടെ കൾച്ചർ ചെയ്ത ശേഷം ടാബ്ലറ്റ് കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് പോയിട്ട് കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും, പെരുമാറ്റ രീതി കൊണ്ട് മാത്രം ഒരു ലാബ് ഒരു വ്യക്തികൾ തുറന്നു വെച്ചിരിക്കുന്നിടത്ത് പെരുമാറ്റ രീതി കൊണ്ടോ ഒന്നുമല്ല, അവർ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഒരു സാധാ ടെസ്റ്റാണ്. ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഇത്രയും പോലും ടെസ്റ്റ് ചെയ്യാതെയാണ് ഇവർ ഈ പൈസ വാങ്ങുന്നത്. കാരണം അവിടുത്തെ എനിക്ക് വെറും യൂറിനറി ഇൻഫെക്ഷൻ മാത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഒരു പൈസ വന്നേക്കുന്നത് 100 രൂപയാണ്. കാരണം അത്ര ഒന്നും ഇല്ല. നമ്മൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ടെസ്റ്റ് വെറുതെ സാധാ രീതിയിലൊന്നും ടെസ്റ്റ് ചെയ്യുന്നതിന് 100 രൂപയൊന്നും ഒരു ലാബിലും ഇല്ല. കാരണം അത്രയും പൈസയാണ് അവിടുന്ന് വാങ്ങുന്നത്. പക്ഷെ അതിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ശതമാനം പൈസ കുറവാണ് ടെസ്റ്റുകൾക്ക്, ലാബ് ടെസ്റ്റുകൾക്കൊക്കെ ഇത്ര ശതമാനം പൈസ കുറവാണ്. പക്ഷേ ഇതാണ് സംഭവിച്ചത്. പിന്നെ അവിടെ പോയി ബഹളം ഉണ്ടാക്കാനും ഒച്ചപ്പാടാക്കാനും ഒന്നും നിന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റേഡിയേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഒന്നിനും ബഹളത്തിനോ കാര്യത്തിനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക്
പിന്നെ കുറെ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ എനിക്കത് ഇങ്ങനെ അല്ല എന്നെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് വേറൊരു ലാബിൽ പോകാനും ടെസ്റ്റിന്റെ റിസൾട്ട് വരാനും കാര്യങ്ങളും ഒക്കെ പിന്നെ അങ്ങനെയായത്. പിന്നെ റിസൾട്ട് എനിക്ക് ഏകദേശം നാളത്തേക്ക് വരും. നാളെ റിസൾട്ട് വന്ന ശേഷം ശ്രീധരൻ സാറിനെ കൊണ്ട് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ള ടാബ്ലറ്റ് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ റേഡിയേഷനോടനുബന്ധപ്പെട്ട് എനിക്ക് ത്രോട്ട് പെയിൻ ഉണ്ട്, ചെറുതായിട്ടുണ്ട്. എനിക്കൊരു ഈ ഒരു സൈഡിൽ പിന്നെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്. പിന്നെ സ്കിന്നിനൊക്കെ ഒരു ബ്ലാക്ക് കളറുണ്ട്. പിന്നെ ഒരു ചെറുതായിട്ടൊരു ഇച്ചിങ് പോലെയുണ്ട്. പക്ഷെ പരമാവധി ഞാനങ്ങനെ ചൊറിയാതെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പം നാളെ ഉണ്ട്, നാളെ റേഡിയേഷൻ ഉണ്ട്. രാവിലെ തന്നെ പിന്നെ റേഡിയേഷന് പോകണം. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. 7 മണി 7:15 ആകുമ്പോഴത്തേക്കും ഏകദേശം എത്തണം. പിന്നെ ഇന്ന് ഈസ്റ്റർ ആയിരുന്നു. ഈസ്റ്റർ കാര്യങ്ങളുമായിട്ട് പള്ളിയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ അടുത്തൊന്നും പള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെയൊന്നും പോകാനും പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. പിന്നെ മോനുണ്ടായിരുന്നു. പിന്നെ മോൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. മോൻ നാളെ മാംഗ്ലൂർക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് ഇന്നലെ പോയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പൊന്നുകുട്ടി രാവിലെ പിന്നെ കപ്പയൊക്കെ വേവിച്ചു, ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അയിലയൊക്കെ മേടിച്ച് അയിലയൊക്കെ നല്ല മുളകും പുളിയൊക്കെ ഇട്ട് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ എല്ലാവരും കഴിച്ചു. പിന്നെ ഈസ്റ്റർ പ്രമാണിച്ച് അപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വലിയ ആഘോഷങ്ങൾ പരിപാടികളൊന്നുമില്ല. അങ്ങനെ എല്ലാം സാധാരണ രീതിയിൽ പോകുന്നു. പിന്നെ എല്ലാവരും എന്നെ പോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ റേഡിയേഷൻ ഉണ്ട് കേട്ടോ. വയനാട് ഭാഗത്ത് നിന്ന്, പിന്നെ കണ്ണൂർ ഭാഗത്ത് നിന്ന്, തലശ്ശേരി ഭാഗത്ത് നിന്ന് ഒത്തിരി ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്. MVR ഒത്തിരി ദൂരെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. MVR ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാരുണ്ട്. എല്ലാവരും റേഡിയേഷനൊക്കെ ചെയ്യുന്നു. പിന്നെ എല്ലാവരും അടുത്തുള്ള കുറേ ആൾക്കാർ ഇവിടെ അടുത്തോരോ വീടുകൾ, ചെറിയ വീടുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ CH സെന്ററിൽ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പിന്നെ ഞാൻ വേറൊരു പിന്നെ പ്രായമുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു വീടെടുത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറിയതിൻ്റെതായ ഒരു ടെൻഷൻസും ഒന്നും ഇല്ല. പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അന്നേരം എന്ത് പറഞ്ഞാലും പൊന്നൂസ് അന്നേരം തന്നെ ഉണ്ടാക്കിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ പൊന്നൂസിന് ഇനി ഇപ്പം ഈ വർഷം കഴിഞ്ഞ ശേഷം അങ്ങോട്ടെങ്കിലും പഠിക്കാനൊക്കെ പൊന്നൂസ് പോകും. പിന്നെ അന്നേരമാണ് ഇനി പൊന്നൂസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യങ്ങളും അറിയുന്നില്ല. പിന്നെ പൊന്നൂസ് ഉള്ളതുകൊണ്ട് ചേട്ടായി ആണെങ്കിലും കാര്യമായിട്ടൊന്നും കിച്ചണിലൊന്നും കയറുന്നില്ല. അല്ലെ തന്നെ കിച്ചണിൽ കയറാനൊന്നും അത്ര അറിയൊന്നുമില്ല. എന്നാലും പിന്നെ പൊന്നൂസ് പോയി കഴിഞ്ഞ ശേഷം ഞാനെല്ലാം ചെയ്തോളൂന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം നേരത്തേക്കൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കൈ കൊണ്ടൊക്കെ പിന്നെ കിച്ചണിലൊക്കെ ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. വെയിറ്റ് എടുക്കണ്ട അങ്ങനെയൊക്കെയാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നമുക്ക് മുറിയരുതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ കൈ മുറിയുവോ പൊള്ളുവോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ബലമില്ലാണ്ടൊക്കെ ബലം പിടിക്കാതെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്തോ. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യുന്നിടത്ത് വരെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുക. കാരണം കൈയൊന്നും ഒട്ടും മുറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പോരാഞ്ഞ് എനിക്ക് എൻ്റെ വലത്ത് വശം കൂടെയാണല്ലോ. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഒത്തിരി ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടു കിട്ടും. പക്ഷെ എല്ലാവർക്കും ഒരു ഭൂരിപക്ഷം പേർക്ക് ഇടത്ത് സൈഡിലാണ്. പിന്നെ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇടത്ത് സൈഡാണ് നമ്മൾ കുറെ കൂടെ ഓക്കെയാണ്. നമ്മുടെ വലത്ത് സൈഡാകുമ്പോൾ നമുക്ക് എല്ലാം കിച്ചണിലൊക്കെ കയറി നമ്മൾ എന്ത് ചെയ്യാനും നമ്മുടെ വലത്ത് കൈയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മളിപ്പം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നതിനെ നമ്മൾ കവറായി തിരിച്ചു കൊണ്ടുവരിക. പഴയതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചു വരിക. അത്ര മാത്രമേ എനിക്ക് ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാനങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് എന്നാ പറയാ, ഈ കൈവച്ച് നമുക്ക് അങ്ങനെ മിറ്റ പിടിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ബലമുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്നും സാരമില്ല. പിന്നെ എന്നാലും നമ്മളെ രോഗം മാറി നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ. അപ്പം ഇതൊക്കെ നമ്മളെല്ലാവരും കൂടെ കവറായി വരും. പിന്നെ എല്ലാവരുടെയും ഹെൽപ്പൊക്കെ ഉണ്ട്. എല്ലാവരും പിന്നെ എന്താ പറയുക, കിച്ചണിലൊക്കെ ഇവിടെ എല്ലാവരും കയറുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണം എന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും നമുക്ക് നടക്കില്ല. നമുക്ക് ക്ഷീണങ്ങളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മുമ്പോട്ട് പോവുക. ഏതായാലും ലാബിലെ റിസൾട്ട് വന്ന ശേഷം പിന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലാബിൻ്റെ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ പിന്നെ അറിഞ്ഞ ആ ഒരു സമയത്ത് വരെ ഈ ടെസ്റ്റിന് വേണ്ടി MCC പോയപ്പം തന്നെയുള്ള ലാബിലെ പിന്നെ അനുഭവം ഇതായിരുന്നു. പിന്നെ ഈ ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലാബിലെ പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളും കറക്റ്റ് ആകുക, അതാണ് ഏറ്റവും പ്രധാനം.
കാരണം ഇത്രത്തോളം പോലും പൈസയുടെ കാര്യങ്ങൾക്ക് അവർക്ക് ഒരു മടിയില്ല, കറക്റ്റ് എണ്ണയും മേടിക്കും പൈസ. പക്ഷേ ടെസ്റ്റും കാര്യങ്ങളും ഒരു കുറച്ചെങ്കിലും ഒരു പെർഫെക്റ്റ് ആകണ്ടേ. അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അത്രത്തോളം കൂടുതലല്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പറയാം. എനിക്ക് തലേ ദിവസം ടെസ്റ്റിൽ അന്ന് കുറവായിരുന്നു, പിറ്റേ ദിവസത്തേക്ക് കുറച്ച് കൂടിയതായിരിക്കും എന്നെങ്കിലും പറയാം. ഇത് പക്കാ നോർമൽ, തലേദിവസം പക്കാ നോർമൽ, പിറ്റേ ദിവസം വളരെ ഹൈ. കാരണം എനിക്ക് ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസം ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓരോ ലാബിലെ അനുഭവം. ഓരോരുത്തർ പോകുമ്പോൾ ഓരോ ലാബിലെ അനുഭവം. അപ്പോൾ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല ലാബുകളിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. ഏത് ടെസ്റ്റുകളും ചെയ്യുന്നിടത്ത് നല്ല ലാബുകളിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ.